നിരവധി കായിക താരങ്ങൾക്ക് കരുത്തായി മാറിയ ഒരു കായിക അക്കാദമി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പെരുവന്താനം പഞ്ചായത്തിലെ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്. പ്രതിസന്ധി മറികടക്കാൻ വിഷുദിനത്തിൽ 100 രൂപ ചലഞ്ചിന് ഇവർ തുടക്കം കുറിച്ചിട്ടുണ്ട്. 2017 ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പഞ്ചായത്തിൽ ഉൾപ്പെട്ട ബോയ്സ് എസ്റ്റേറ്റിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KT ബിനുവിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി ആരംഭിക്കുന്നത്. നിർധരരും പ്രഗത്ഭരുമായ കായിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. 9 വർഷങ്ങൾക്കപ്പുറം 2026 എത്തി നിൽക്കുമ്പോൾ ഈ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കായിക താരങ്ങൾ വാരിക്കൂട്ടിയ മെഡലുകൾ അനവധിയാണ്. സാഫ് ഗെയിംസിൽ നേടിയ അന്താരാഷ്ട്ര മെഡലടക്കം ഇതിലുൾപ്പെടും. കൂടാതെ 21ഓളം കായിക താരങ്ങൾ 55ഓളം ദേശീയ മെഡലുകളും 150ഓളം സംസ്ഥാനതല മെഡലുകളും സ്വന്തമാക്കി. നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഈ അക്കാദമി. അതിനെ മറികടക്കുന്നതിനായാണ് സോഷ്യൽ മീഡിയ വഴി 100 രൂപ ചലഞ്ചിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ഗ്രൗണ്ടിൽ ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് കുട്ടികൾക്ക് കായിക പരിശീലനങ്ങൾ 2 അധ്യാപകർ നൽകി വരികയാണ്. നിരവധി കുട്ടികൾക്ക് ഇതിനോടകം നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 21 കുട്ടികൾക്ക് ദേശീയ വിഷു കൈനീട്ടം എന്ന പേരിൽ അവതരിപ്പിച്ച ധനസമാഹരണം ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും ഇനിയും കൂടുതൽ ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി അധികൃതർ. ന്യൂസ് ബ്യൂറോ, പീരിമേട്.